ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രശസ്ത വ്യക്തിയെയാണ്. തിരുവനന്തപുരത്തുകാർക്ക്, പ്രത്യേകിച്ച് ഡാൻസേഴ്സിനൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തി, ശ്രീ രവീന്ദ്രനാഥ കുറുപ്പ്. ഒരുപക്ഷെ രവീന്ദ്രനാഥ കുറുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും. KR കുറുപ്പ് അങ്ങനെ പറഞ്ഞാലും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അതേസമയം നോപുര കുറുപ്പ് സാർ എന്ന് പറഞ്ഞാൽ അറിയാത്തതായിട്ട് തിരുവനന്തപുരത്ത് ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കിന്ന് സാറിന്റെ വിശേഷങ്ങൾ അറിയാം. സാറ് തിരുവനന്തപുരത്തുകാരനല്ല എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ലായിരിക്കും. വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്താണ് സാർ താമസിക്കുന്നത്. സാർ എങ്ങനെയാണ് തിരുവനന്തപുരത്തെത്തിയത്? എനിക്ക് തോന്നുന്നു മലപ്പുറംകാരനാണ് സാറെന്ന് തോന്നുന്നു. സാർ എങ്ങനെയാണ് തിരുവനന്തപുരത്തെത്തിയത്? ഞാൻ മലപ്പുറത്തുകാരനാണ്. ഇന്ന് പണ്ടത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ വീട്, പഴയ വീട് തറവാട് എന്ന് പറയുന്നത്. ഞങ്ങൾ ചെറിയൊരു നാടുവാഴികളായിരുന്നു. ആഴുവഞ്ചേരി തമ്പ്രാക്കളുടെ കീഴിൽ ഉള്ള ഒരു പടനായകന്മാരായിട്ടാണ് ഞങ്ങളെ കണ്ടു വന്നിരുന്നത്. ഞങ്ങൾക്ക് തറവാട്ട് വക ക്ഷേത്രവും കളരിയും ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അത് ഉണ്ട്. രാങ്ങാട്ടൂർ ഭഗവതി ക്ഷേത്രം എന്നാണ്, കുറുപ്പന്മാരുടെ ക്ഷേത്രമാണ് അത്. രാങ്ങാട്ടൂർ എന്ന് പറയുന്നത് കുറ്റിപ്പുറത്തുനിന്ന് തിരുനാവായിക്ക് പോകുന്ന വഴിയിൽ ആണ് രാങ്ങാട്ടൂർ ക്ഷേത്രമുള്ളത്. ഇന്നും അവിടെ അമ്പലം ഉണ്ട്, ഭംഗിയായിട്ട് നടത്തി വരുന്നു. അതിന് ഈയിടെ പുനഃപ്രതിഷ്ഠ ഞാൻ തന്നെ പോയിട്ട് നടത്തി. അവിടെ ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് അവിടെ ബിംബങ്ങളെല്ലാം നശിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് പുരോഗതിയൊന്നും ഇല്ലാതെ കഴിയുകയായിരുന്നു. അതിന് ഞാനൊരു 4 വർഷം മുമ്പേ അവിടെ പോയി, നാട്ടിൽ പോയി നിന്ന് അത് രണ്ടാമത് പുനരുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി. ഇങ്ങനെയുള്ള തറവാട്ടിൽ നിന്ന് സാർ എങ്ങനെയാണ് ഡാൻസിലേക്ക് കടന്നത്? തിരുവാതിരക്കാലത്ത് രാവിലെ 4 മണിക്ക് സ്ത്രീകളെല്ലാവരും കൂടെ ഞങ്ങൾ തറവാട്ട് വകയുള്ള കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. കൂട്ടിനായിട്ട് എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നു. പല വീട്ടിലെ ആൺകുട്ടികളുണ്ടാവുമായിരുന്നു, എന്നെയും കൂടെ കൂടിയിരുന്നു. അതിൽ കുറച്ച് പൊക്കമുള്ള കുട്ടി ഞാനായിരുന്നുകൊണ്ട് തിരുവാതിരക്കുളി കഴിഞ്ഞിട്ട് ഒരു വീട്ടിലെ ഒരു തറവാട്ടിലെല്ലാവരും മുറ്റത്തെല്ലാവരും കൂടെ കൂടിയിട്ട് തിരുവാതിര കളിക്കും. അതിൻ്റെ കൂടുതൽ 8 പേര്, 10 പേര്, 12 പേര്, അങ്ങനെയാണ്. ഇരട്ട സംഖ്യ വന്നില്ലെങ്കിൽ, ഒരാളെ തികയാതെ വന്നു കഴിഞ്ഞാൽ അതിന് എന്നെ കൂടെ അതിന് കൂടുതൽ വെറുതെ ചേർത്ത് നിർത്തി നടക്കുന്നതിൻ്റെ മാതിരി അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ കുറേശ്ശെ സ്റ്റെപ്പുകളെല്ലാം പഠിച്ച് തിരുവാതിര കളി ഒരുവിധം ഒരു കൂടുതൽ അത്യാവശ്യം വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള സ്ഥിതിയിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് തിരുവാതിര കളി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ അവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടീച്ചർമാർ വന്നു. ആ ടീച്ചർമാർ വന്നതിൽ പലരും എൻ്റെ ബന്ധുക്കൾ തന്നെയായിരുന്നു. അവരുടെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള നിർബന്ധം കാരണം അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, എനിക്ക് അവിടെ കുന്നിൻ്റെ മുകളിലാണ് സ്കൂളുള്ളത്, അവിടെ വരെ നടക്കാനുള്ള പ്രായാധിക്യമുണ്ട്. അതുകൊണ്ട് അതുവരെ കുറച്ചായിട്ട് സ്റ്റെപ്പുകളായിട്ട് രവി പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മറ്റേ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ബാക്കി പ്രാക്ടീസ് കൊടുക്കാം, അങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർക്ക് സമ്മതമായി. അതനുസരിച്ചിട്ട് ഞാൻ സ്കൂളിൽ എൻ്റെ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്, ഏതാണ്ട് അതേ പ്രായക്കാരാണ്. ആ കുട്ടികളെ ഞാൻ ഏതാണ്ട് ഒരു 5ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് ഉള്ള സമയത്തിലാണ് അങ്ങനെ തുടങ്ങിയത്. ആ കുട്ടികളെ, അതേ പ്രായത്തിലുള്ള കുട്ടികളെ തിരുവാതിര പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യമായിട്ട്. ആ തിരുവാതിര പഠിപ്പിച്ചിട്ട് ഫൈനലായിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്തു. സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് പിന്നെ അടുത്ത സ്കൂള്, അതിൻ്റെ പിന്നത്തെ അടുത്ത സ്കൂളും, അങ്ങനെ അടുത്തടുത്തുള്ള സ്കൂളുകളിലെല്ലാം തിരുവാതിര പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെയെല്ലാം ഞാൻ തന്നെ സധൈര്യം പോയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് പെർഫോമൻസ് എല്ലാം തന്നെ വളരെ നന്നായിരുന്നു. അങ്ങനെ ഞാനൊരു തിരുവാതിരക്കളി, അതിന് കൂടുതൽ തിരുവാതിരക്കളിയുടെ കൂടുതൽ ചെറിയ ഡാൻസുകൾ, ആക്ഷൻ സോങ് പോലെയുള്ള ചില ഡാൻസുകൾ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ എൻ്റെ ചെറിയമ്മയുടെ അടുത്ത് സ്കൂൾ വെക്കേഷൻ സമയത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസ്, ആക്ഷൻ സോങ് പോലെയുള്ള പഠിച്ച് വന്ന് ഐറ്റം വെച്ചിട്ട് നോക്കിയിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ചു. ആദ്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഡാൻസ് കൃഷ്ണ മുകുന്ദ മുരാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലത്തെ സോങ്ങാണ്. അത് പഠിപ്പിക്കുക. അത് ആനിവേഴ്സറിക്ക് കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതിന് നല്ല പേര് കിട്ടി, എനിക്ക് നല്ല പേര് കിട്ടി. അപ്പോൾ പിന്നെ അടുത്തുള്ള കലാസമിതികൾ
അങ്ങനെ കലാപരമായിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ എല്ലാം എന്നെ സമീപിക്കൽ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു സ്വന്തമായിട്ട് ഒരു കലാസമിതി തുടങ്ങി. നടുവട്ടം യുവജന കലാസമിതി എന്ന് പറയുന്ന കലാസമിതി തുടങ്ങി. ഒരു ശ്രീധര പണിക്കർ എന്നുള്ള ആളെ പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിട്ട് അത് നടന്നു വന്നു. അങ്ങനെ സ്കൂളുകളിൽ മിക്കവാറും അടുത്തുള്ള സ്കൂളുകളിലെല്ലാം ചെന്നിട്ട് ഈ തിരുവാതിരക്കളിയും അതിൻ്റെ കൂടുതലേക്ക് നാടകവും അതിൻ്റെ കൂടുതൽ ഡാൻസും പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊക്കെ പാടാനും പിന്നണിക്കുമൊക്കെ ഓർക്കസ്ട്ര വേണമായിരുന്നു. ആ ഓർക്കസ്ട്രയ്ക്ക് ബാക്കിയുള്ള ഒരുമിച്ചുള്ള ബാക്കിയുള്ള എൻ്റെ കൂട്ടുകാരെ എല്ലാവരും കൂടി ചേർത്ത് ഞങ്ങളൊരു കലാസമിതി തുടങ്ങിയിട്ട് അതിൽ കൂടെ പ്രോഗ്രാംസിനെല്ലാം പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കൂടുതൽ ഡാൻസ് പഠിക്കേണ്ടി വന്നതുകൊണ്ട് എൻ്റെ ചെറിയമ്മ കലാമണ്ഡലം കല്യാണി കുട്ടിയമ്മ അന്ന് ഡാൻസ് കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർക്ക് അതുകൊണ്ട് മാത്രമാണ് ഉപജീവനമാക്കേണ്ടായിരുന്നത്, വരുമാനമുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ വെക്കേഷനിൽ പോയി നിന്നിട്ട് ചെറിയമ്മയുടെ അടുത്ത് ചെറിയ ഡാൻസ് പഠിക്കും. ആ ഡാൻസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്കൂളുകളിൽ ആനിവേഴ്സറികൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പെർഫോം ചെയ്യിക്കും. അങ്ങനെയാണ് പതിവുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാനൊരു ഡാൻസ് ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള കാരണം, പ്രധാനമായിട്ടുള്ള കാരണം. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ ചെറിയമ്മയുടെ അടുത്ത് തന്നെ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തുടർന്ന് പോയി. അന്ന് തൃപ്പൂണിത്തുറയാണ് ചെറിയമ്മ മാറി താമസിക്കുന്നത്. കലാമണ്ഡലം കല്യാണിയുടെ ഭർത്താവ് കലാമണ്ഡലം കൃഷ്ണൻ നായരും കൂടി ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ടാണ് അവരോട് കഴിയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ വേറെ ഒരു ചെറിയമ്മ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. ആ ചെറിയമ്മയുടെ അടുത്ത് പോയി താമസിച്ചിട്ട് കൊച്ചിയിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് ബസ് കയറി വന്ന് അവിടെ വന്ന് രാവിലെ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഡാൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് പോകും. അവിടെ പിന്നെ കൊച്ചിയിൽ നിൽക്കാനും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് കൊച്ചിയിൽ ഡാൻസ് പഠിപ്പിക്കാനും കൂടെ ഞാൻ തുടങ്ങി. അങ്ങനെ ആദ്യം 2 കുട്ടികളെ കിട്ടി. ആ 2 കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ എനിക്കതിന് ഒരു തുച്ഛമായിട്ടുള്ള വരുമാനം കിട്ടുമായിരുന്നു. 2 കുട്ടികളെയും കൂടെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് 30 രൂപയാണ്. ആ 30 രൂപയും കൊണ്ടാണ് ഒരു മാസം ഞാൻ ചെലവ് ചെയ്യുന്നത്. ഒരു ശങ്കരൻകുട്ടി എന്ന് പറയുന്ന എൻ്റെ ഒരുമിച്ച് ഉദ്യോഗസ്ഥനായിരുന്ന അയാളവിടെ ബാങ്കിൽ, ചാർട്ടേഡ് ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോഡ്ജിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം 8 രൂപ അതിന് എല്ലാ വാടക കൊടുക്കണം. ബാക്കിയുള്ള തുകയോണ്ട് തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് ആഹാരം കൂടെ നിവർത്തിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് ജീവിച്ചു പോകുന്നത്. ഈ ഡാൻസിനോടുള്ള താല്പര്യം കാരണം അങ്ങനെ കുറേ കാലം അവിടെ നിന്ന് പഠിച്ചു. തൃപ്പൂണിത്തുറ പോയി പഠിച്ചു. പിന്നെ അന്ന് എന്നെ ചെറിയമ്മ പഠിപ്പിച്ചിരുന്ന ക്ലാസിക്കൽ ഡാൻസാണ്. അത് മാത്രമേ എനിക്കറിയൂ. അന്ന് പഠിപ്പിക്കുന്നത് ശരിക്കും മോഹിനിയായിട്ടാണ് പഠിപ്പിക്കുക. അന്ന് ചുഴൽക്കെട്ടിൻ്റെ അവസാനം മറയാത്ത എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വേർഡുണ്ടായിരുന്നു. അപ്പോൾ ആ ഡാൻസിൻ്റെ പേര് അരയാത്ത എന്നുള്ള ഡാൻസാണ് എന്നാണ് ഞങ്ങളപ്പോൾ ധരിച്ചിരുന്നത്. അത് പെർഫോം ചെയ്യാറുണ്ടായിരുന്നു. ചെറിയമ്മയുടെ മക്കൾ 2 പെൺകുട്ടികളുണ്ട്. ശ്രീദേവിയും കലാദേവിയും 2 പേരുണ്ടായിരുന്നു. ചെറിയമ്മയുടെ മക്കളും ഞാനും എൻ്റെ വേറൊരു ചെറിയമ്മ, ഒടുവിലത്തെ ചെറിയമ്മ ഉണ്ടായിരുന്ന ഒരു ദേവിച്ചെറിയമ്മ മകൻ്റെ ഒരു കേശവൻ കുട്ടി എന്ന് പറയുന്നത് എന്നെ കണ്ട് 2 മാസം മുമ്പുള്ള ആളായിരുന്നു. അദ്ദേഹം കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് മീൻകാരുടെ ഡാൻസ് ആണ് അന്ന് ചെയ്തത്. ഫിഷർമൻ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് ഒരു ഐറ്റം ചെയ്യായിരുന്നു. അപ്പോൾ പ്രശസ്തി നേടി എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ എവിടെ ആരും പ്രോഗ്രാമിന് വന്ന് വിളിച്ചാൽ ഈ ഡാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതിൽ കൂടെ ഡാൻസ് ചെയ്യാൻ ധാരാളമായിട്ട് തുടങ്ങി. ഞാൻ കൊച്ചിയിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. കൊച്ചിയിലൊരു ചെറിയ സ്ഥാപനം, നൃത്യ കൈരളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ആദ്യം തുടങ്ങി. അത് കൊച്ചി പാലസ് വ്യൂ റോഡിലാണ് അത് തുടങ്ങിയിരുന്നത്. അത് കുറേ കാലം അവിടെ അങ്ങനെ കുട്ടികളെ വെച്ച് അന്ന് 5 രൂപ ഫീസായിരുന്നു കുട്ടികൾക്ക് ഡാൻസിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറേ അധികം കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വരുമാനം കൂടി വന്നു. സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിനുള്ള പാൻറ്റും ഷർട്ടും ഒക്കെ ആയി. അതുവരെ മുണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പാൻറ്റിലേക്ക് മാറി, ഒരു വേഷം മാറി. പിന്നെ വന്നപ്പോൾ സ്കൂളുകളിൽ, അവിടുത്തെ സ്കൂളുകളിൽ വരുമ്പോൾ കുറേയും കൂടെ അധികം സ്റ്റാൻഡേർഡുള്ള ഡാൻസുകൾ വേണമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ സിനിമ പോയി കാണും. ഹിന്ദി സിനിമയിൽ പോയിട്ട് ഫോക്ക് ഡാൻസ് കാണും. അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പഠിക്കും. എന്നിട്ട് മലയാള സിനിമയിലെ പാട്ടുകൾ എടുത്തിട്ട് ഈ ഫോക്ക് ഡാൻസിൻ്റെ ഹിന്ദി ഫോക്ക് ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ചേർത്ത് പുതിയ ഡാൻസുകൾ ഉണ്ടാക്കിയിട്ട് അത് പെർഫോം ചെയ്തു വന്നു. അത് എവിടെ പെർഫോം ചെയ്യുമ്പോഴും വളരെ നല്ല പേരെടുത്തിരുന്നു. പിന്നെ അത് യുവജനോത്സവത്തിന് കുട്ടികൾക്ക് കോമ്പറ്റീഷൻ വേണ്ടിയിട്ട്
ചില പാട്ടുകൾ സ്വന്തമായിട്ട് എഴുതിച്ചിട്ട് തമിഴ് പാട്ടിൻ്റെ ട്യൂണുകൾ ഇട്ടിട്ട് പെർഫോം ചെയ്തിട്ട് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കായിരുന്നു. എവിടെ ചെന്നാലും എൻ്റെ കുട്ടികൾക്കാണ് അന്ന് പ്രൈസ് കിട്ടിയത്. അതോടുകൂടി എൻ്റെ പേര് വളരെയധികം ഉയർന്നു വന്നു. ഞാൻ ഒരു വലിയ ഉയർന്ന നൃത്താധ്യാപകനായിട്ട് എല്ലാവരും ചോദിച്ചു. അന്ന് 18 വയസ്സ് പ്രായമുള്ളൂ എനിക്ക്. അതോടുകൂടി നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായി വന്നു. പിന്നെ ധാരാളം കുട്ടികൾ പഠിക്കാൻ വന്നു. പിന്നെ കൊച്ചിയിൽ നിന്ന് ചെറിയ ഒരു ചാട്ടം എറണാകുളത്തേക്ക് മാറി. അപ്പോൾ എറണാകുളത്തെ ഭാഗത്താണ് ഏറ്റവും വലിയ ഡാൻസ് മാസ്റ്റർമാരുണ്ടായിരുന്നത്. അന്ന് തൃപ്പൂണിത്തറ മാധവമേനോൻ, ഷാഡോ ഗോപിനാഥ്, പനങ്ങാട് മാധവമേനോൻ, അങ്ങനെ പറയുന്ന പല പ്രശസ്തിയായിട്ട് ഏരൂർ ചക്രപാണി, അങ്ങനെ പറയുന്ന പല പ്രസിദ്ധിയായിട്ടുള്ള നൃത്താധ്യാപകരുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് കുറേ അധികം കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നിരുന്നു. ഒരുപാട് ഞാൻ കുട്ടികളെ പെർഫെക്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രധാനമായിട്ട് അവരുടെ മൂവ്മെൻറ്റ്സിലും കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സിലാണ് ഞാൻ പ്രധാനമെന്ന് നോക്കിയിരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും എൻ്റെ കുട്ടികൾക്ക് എന്നെ പ്രൈസ് കിട്ടിയിരുന്നതുകൊണ്ട് മറ്റുള്ള പല ആൾക്കാർക്കും എന്നെ കൂടുതൽ വിശ്വാസമായി. പലരും എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു പ്രശസ്തിയായിട്ടുള്ള ഡാൻസ് മാസ്റ്ററായിട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ മഹാകവി ജി ശങ്കരകുറുപ്പിൻ്റെ മകളുടെ മകൾ നിർമ്മല എന്ന് പറയുന്ന ഒരു കുട്ടിയും എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിയുടെ അച്ഛൻ എം അച്യുതൻ എന്ന് പറയുന്ന പ്രൊഫസർ, മഹാരാജാസ് കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി പോയി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു നല്ല കുട്ടി എനിക്ക് പോയതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ആ കുട്ടി അവർ ജൂണിലും മാറിപ്പോയി. നവംബർ മാസം ഒരു ദിവസം അന്നത്തെ കാലത്ത് ഫോണിൻ്റെ അധികം സൗകര്യങ്ങളൊന്നുമില്ല. ഒരു ടെലിഗ്രാം എനിക്ക് കിട്ടി. അച്യുതൻ മാസ്റ്റർ ഉടനെ തിരുവനന്തപുരത്ത് എത്തണമെന്ന് പറഞ്ഞിട്ടുള്ള മാതൃകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ എന്താണോ എന്ന് അറിയാത്തതുകൊണ്ട് അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ തിരുവനന്തപുരത്ത് പോയി എനിക്ക് താമസിക്കാൻ സൗകര്യം ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. ONV കുറുപ്പിൻ്റെ വൈഫ് എൻ്റെ ഒരു കസിൻ സിസ്റ്ററായിരുന്നു. അവരാണ് എന്നെ സ്കൂളിലേക്ക് ഒക്കെ കൊണ്ടുപോയിരുന്നതും അവിടെ നരുന്നവിടെ നോക്കിയിരുന്നൊക്കെ. ONV കുറുപ്പിൻ്റെ വൈഫ് സരോജിനി എന്ന് പറയുന്നവരായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ നേരെ അവിടെ പോയി. അവിടെ താമസിക്കാൻ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഞാനവിടെ താമസിച്ച് ഈ അച്യുത മാസ്റ്ററുടെ മകളെ നിർമ്മല എന്ന് പറഞ്ഞ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പോയി. ആ ഡാൻസ് പഠിപ്പിച്ച് അതിന് ഓർക്കസ്ട്രക്കാർ വരണമെങ്കിൽ എനിക്ക് അന്ന് 8-10 പേര് ഓർക്കസ്ട്രക്കാരുണ്ടായിരുന്നു. എൻ്റെ ഓർക്കസ്ട്രക്കാരെല്ലാവരെയും കൂടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ ചെലവ് കൊടുത്ത് വന്ന് താമസിച്ച് ആ ഓർക്കസ്ട്രയ്ക്ക് പ്ലേ ചെയ്യണമെങ്കിൽ എമൗണ്ട് എല്ലാം കൊടുത്തിട്ട് പോകണമെങ്കിൽ ഒരാൾക്ക് മാത്രം പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യത്തിൽ ഒരു ഗ്രൂപ്പ് ഡാൻസും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പ് ഡാൻസിന് കുറച്ച് കുട്ടികളെയും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അച്യുത മാസ്റ്റർ, പ്രൊഫസർ NV കൃഷ്ണവാര്യർ, പ്രൊഫസർ ആനന്ദക്കുട്ടൻ, പ്രൊഫസർ N കൃഷ്ണപിള്ള, പിന്നെ TN ഗോപിനാഥൻ നായർ, പ്രൊഫസർ ഇന്ദുചൂടൻ, പ്രൊഫസർ നല്ലകുമാരി, അങ്ങനെ പലരുടെയും കുട്ടികളെ ഏതാണ്ട് എല്ലാം 10 വയസ്സ് 11 വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു. ഈ നിർമ്മലയ്ക്കും 11 വയസ്സാണ് അന്ന്. അപ്പോൾ എല്ലാവരും കൂടെ അതിൽ ചേർന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് തയ്യാറാക്കാൻ വേണ്ടി ONV സമീപിച്ചു. ONVയോട് ഒരു പാട്ട് എഴുതി തരാൻ പറഞ്ഞു. ONV അതിൽ കേളിയാടും കരകൾക്കെല്ലാം കേരളം എന്നൊരു വീടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിനെ പറ്റിയിട്ടുള്ളൊരു പാട്ട് എഴുതി തന്നു. അത് എറണാകുളത്തുണ്ടായിരുന്ന ഒരു ഗോപാലൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിച്ച് അന്ന് അത് വെച്ചിട്ട് ആണ് കളിച്ച് കോട്ടൺ ഹില്ല് സ്കൂളിൽ ആണ് ഇത് കോമ്പറ്റീഷൻ വെച്ചിരുന്നത്. അത് ഈ നിർമ്മല എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി ഒരു തില്ലാനം പാടുന്ന കാട്ടിൽ ചെല്ലക്കിളിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് എനിക്ക് കിട്ടിയിരുന്നു. അത് ഗോപാലമാസ്റ്ററിനെ ട്യൂൺ ചെയ്തിട്ട് അത് ഈ നിർമ്മല എന്ന് പറഞ്ഞ കുട്ടിയെ ഒറ്റയ്ക്കുള്ള ഡാൻസായിട്ട്, തനിച്ചുള്ള ഡാൻസായിട്ടും മറ്റത് ഗ്രൂപ്പ് ഡാൻസായിട്ടും പഠിപ്പിച്ചു. ONVയുടെയും M അച്യുതൻ്റെയൊക്കെ ടെറോഫിലാണ്. അപ്പോൾ അവർക്കൊക്കെ വലിയ പേരുള്ളതുകൊണ്ട് അവരുടെ പേരിനെ ഒരു തരത്തിലും കളങ്കപ്പെടുത്തരുതെന്ന് വിചാരിച്ചിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് നല്ലവണ്ണം ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചു. സ്കൂളിൽ അതിന് 2നും 1ാം സമ്മാനം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റ് അന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലാണ് നേരെ പോകുന്നത്. ആലപ്പുഴ വെച്ചിട്ടായിരുന്നു അന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ. വളരെയധികം പേരെടുത്ത ഗ്രൂപ്പുകൾ വന്നിരുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് എല്ലാം മറികടന്നിട്ട്
എൻ്റെ കുട്ടികൾക്ക് 1ാം സമ്മാനം കിട്ടി ഗ്രൂപ്പ് ഡാൻസിന്. അതോടുകൂടി ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ പേരങ്ങ് ഉയർന്നു. അന്നത്തെ ഗ്രൂപ്പുകാരെല്ലാവരും നിർബന്ധിച്ചിട്ട് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കണം, തിരിച്ച് ഇനി എറണാകുളത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് എന്നെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ശ്രമിച്ചു. ഒയിനിയുടെ വൈഫിൻ്റെയും നിർബന്ധ പ്രകാരം ഞാനവിടെ തന്നെ തങ്ങി. ഒയിനിയുടെ വീട്ടിൽ തന്നെ താമസിച്ച് തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ സമയത്ത് വേറെ സ്ഥലങ്ങളിലും കൂടെ പ്രോഗ്രാംസ് എവിടെയെങ്കിലും നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം അന്ന് അവിടുത്തെ പാരൻസ് പറഞ്ഞു. അങ്ങനെ എം അച്യുതൻ ബാലഭവനിലെ ഒരു പ്രോഗ്രാം പിടിച്ചു. അന്ന് പേരിട്ടതാണ് നൂപുര. എം അച്യുതനാണ് നൂപുര എന്നുള്ള പേരിട്ടത്. വൈൻമീയുടെ കറുപ്പും കൂടെ ആയതുകൊണ്ട് വളരെ പ്രശസ്തമായിട്ട് പോന്നു. അപ്പോൾ എൻ്റെ ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാം പ്രശസ്തരായിരുന്നു. ഏപ്രിൽ 14-ാം തീയതി 1970 ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം കോട്ടണലി സ്കൂളിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അത് പിന്നെ ഞാൻ 100% നൂപുരയ്ക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തു. കുറേയധികം നല്ല കുട്ടികളെയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെയും കിട്ടി. അതാണ് നൂപുരയുടെ പ്രധാന ധനം എന്ന് പറയുന്നത്. പ്രശസ്തിയും വർദ്ധിക്കാൻ കാരണം എല്ലാവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം. എൻ്റെ വൈഫിനെയും കൂടെ എൻ്റെ മകളുടെ പ്രസവത്തിന് ശേഷം വൈഫിന് ഡാൻസിനും കൂടെ താല്പര്യം വന്നു എന്ന് പറഞ്ഞതിന് ശേഷം കലാമണ്ഡലം എല്ലാവരും എൻ്റെ ചെറിയമ്മയുടെ അടുത്ത് താമസിപ്പിച്ച് വൈഫും കൂടെ അന്ന് മോഹിനിയാട്ടം പഠിച്ചിരുന്നു. അങ്ങനെയാണ് വൈഫും മോളും കൂടെ നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ വന്നത്. അങ്ങനെ ഞാനും വൈഫും കൂടെ ഈ മിസ്റ്റർ എം ജി വാനന്റെ വീട്ടിൽ മക്കളെ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ 3 പേരെ മോഹിനിയാട്ടം അഭ്യസിപ്പിച്ചു. പിന്നെ ഞങ്ങൾക്ക് പിന്നീട് മിസ്റ്റർ മേനോന്റെ കെയർ ഓഫിൽ 5-6 പ്രോഗ്രാംസ് കിട്ടി. അതിനെല്ലാം ഈ മക്കളെയും കൂടെ കൂട്ടി ഞങ്ങൾ പോയി അവരെയും കൂടെ ചേർത്താണ് പെർഫോമൻസ് ചെയ്തത്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവർ നന്നായിട്ട് ചെയ്തു. അതുകൊണ്ടും കൂടെ ഞങ്ങൾക്ക് വളരെയധികം പേര് അമേരിക്കയിൽ കിട്ടി. അങ്ങനെ സ്കൂളിലും നൂപുര എന്നുള്ള പേരാനിട്ട് ഞങ്ങൾ അവിടെ ഒരു നല്ല സ്കൂളായിട്ട് നടത്തിക്കൊണ്ട് അത്രയും അധികം സ്റ്റുഡൻസ് ഉണ്ട്. ഒരുവിധം മലയാളി ആൾക്കാരും ഹിന്ദി അവിടുത്തുകാരും ഞങ്ങളുടെ ഒന്ന് പഠിച്ചു പോകുന്നുണ്ട്. നൂപുരയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് പേര് സിനിമയിലും പറ്റും അങ്ങനെയാണല്ലോ. അതിൽ ആദ്യമായിട്ട് സിത്താര എന്ന് പറഞ്ഞൊരു സീനിയർ സിത്താര ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇതേമാതിരി എൻ്റെ ഒരു ശിഷ്യരായിരുന്ന പ്രിയ പണിക്കർ എന്ന് പറഞ്ഞ കുട്ടിയുടെ പാട്ട് പഠിപ്പിച്ചിരുന്ന ദക്ഷിണാമൂർത്തിയും കൂടെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നു. അധികം ഉയരത്തിലുള്ള ഒരാളാണ്, ഉയർച്ചയിൽ എത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഞാൻ ഉടനെ സ്വീകരിച്ചെത്തി. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പ്രിയയാണ് എന്നെ കുറുപ്പ് സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ എന്താണോ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടു നോക്കാം. പ്രിയ ഒരു സിനിമ എടുക്കാൻ പോകണം, പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല കുട്ടിയെ സിനിമ നായികയായിട്ട് വേണം. അതിന് മോശമുണ്ടായിട്ട് കുറേയധികം കുട്ടികളുണ്ട്, ഞങ്ങൾ കേൾക്കണം. അപ്പോൾ നല്ല കുട്ടികളെ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം, അതിനാണ് ആവശ്യം. ഈ സിത്താര എന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങളുടെ കിളിമാനൂർ RRB GHSലുള്ള ഒരു കുട്ടിയുണ്ട്, സിത്താര എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമാവുമെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ കണ്ണ് നല്ല കണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിളിമാനൂർ വരെ പോകണം. അത് സാധിക്കില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്ത് വെച്ചാൽ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് ഇവരുടെ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. സിത്താര ഒന്ന് റെഡിയായിട്ട് നിൽക്കണം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് കാണാൻ, സിത്താര ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേറെ 2 പേരും കൂടിയിട്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു 6:30 മണിയായപ്പോൾ ഏതാണ്ട് ഇരുട്ടായി തുടങ്ങി. 6:30 മണിയായപ്പോൾ ഈ കുട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ഡ്രസ്സൊന്നും മാറ്റിയിട്ട് ഒരു മിഡി സ്കേർട്ട് മാത്രം ഇട്ട് മുഖത്തൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുകയാണ്, വീട്ടു വേഷത്തിൽ കിടക്കുക. അങ്ങനെ വേഗം കുറച്ച് പൗഡർ ഇടിച്ചിട്ട് ഒരു ഫുൾ സ്കേർട്ട് ഇടിച്ചിട്ട് പുറത്ത് കുറേശ്ശെ വെളിച്ചമുള്ള സ്ഥലത്ത് കുറഞ്ഞിട്ട് ഇവരെ കാണിച്ചു. അവരെ കാണിച്ചു കഴിഞ്ഞ ഉടനെ ദക്ഷിണമൂർത്തി സാർ പറഞ്ഞു, ഇത് മതി, ഈ കുട്ടി മതി, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ക്യാമറ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ദക്ഷിണമൂർത്തി സാർ എന്നെ വിളിച്ചു. പക്ഷേ ഈ കുട്ടി ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി, എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി, ക്യാമറ ടെസ്റ്റിൽ പാസ്സായി, ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തോളൂ, അവരോട് ചോദിച്ചിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പ്രശസ്തി നൂപുരയ്ക്ക് നല്ലോണം പ്രശസ്തി ആയതിനു ശേഷം പല സിനിമാ താരങ്ങളും ഞങ്ങളുടെ അടുത്ത് വന്ന് വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചെറിയമ്മയുടെ അമ്മയുടെ
അനിയത്തിയുടെ മകനായിരുന്ന സിനിമാ നടനുമായിരുന്ന സുരാസു മുഖാന്തരം ഞാൻ മധുസാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ പിന്നെ മധുസാറിന്റെ സിനിമകളെല്ലാം ഡാൻസ് ഡയറക്ഷൻ നൂപുരായി. എന്നെയാണ് വിളിച്ച് ചെയ്തിരുന്നത്, പക്ഷെ ഞാൻ നൂപുര എന്നുള്ള പേരാണ് കൊടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുറേയധികം പ്രശസ്തി വീണ്ടും കിട്ടി. അമ്പത്തിനേക്കാളും കൂടുതൽ പ്രശസ്തി എന്ന ധാരാളം കിട്ടണമായിരുന്നു. അങ്ങനെ വളരെയധികം പ്രശസ്തി ഞങ്ങൾക്ക് കിട്ടി. സിത്താര കൊടുക്കുന്ന ഇന്റർവ്യൂവിലെല്ലാം നൂപുരയിലെ കുറുപ്പ് സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് എന്നെ പഠിപ്പിച്ച് ഡാൻസ് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞത്. പല പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ധാരാളം നല്ല കുട്ടികൾ, കാണാൻ നല്ല കുട്ടികളുണ്ടായിരുന്നു. അവർ പലരെയും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ ആദ്യത്തെ ഒരാളാണ് പ്രവീണ എന്ന് പറഞ്ഞിട്ട്. സീരിയലിലാണ് ആ കുട്ടി ആദ്യം കയറിയത്. അത് കഴിഞ്ഞ് സിനിമയിൽ കയറി. പിന്നെ സീരിയലിൽ കയറിയ കുട്ടി ഒരു ലാവണ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി സീരിയലിൽ കയറിയ കുട്ടിയാണ്. പക്ഷേ അതിനുശേഷമാണ് മധുസാറിനൊരു കുട്ടിയെ സിനിമയിൽ വേണ്ടി വന്നപ്പോൾ സുനന്ദ എന്ന് പറയുന്ന, പിന്നീട് കാർത്തിക എന്നുള്ള പേര് മാറ്റിയിട്ട് വന്നിട്ടുള്ള സിനിമ നടി. പിന്നീട് പാർവതി ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എങ്കിലും പാർവതി ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ജയറാമിൻ്റെ വൈഫ്. പിന്നെ ജൂനിയർ ഒരു പാർവതിയുണ്ട്, പാർവതി മേനോൻ എന്ന് ആദ്യം അറിയപ്പെടുന്നു. ഇപ്പോൾ പാർവതി തിരുവോത്ത് എന്നറിയപ്പെടുന്ന പാർവതിയെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഞങ്ങളടുത്ത് പഠിച്ചിരുന്നതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ ഇനി സാറ് തിരുവനന്തപുരം വിട്ട് നേരെ ഇന്ന് തൃശ്ശൂരിലേക്ക് വന്നു അല്ലേ? ഇനി തൃശ്ശൂരിൽ നിന്നും സാറ് US പോവുകയാണ് അടുത്ത മാസം. എന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് ഞാനവിടെ വീട്ടിലൊറ്റയ്ക്കും എന്റെ കുടുംബം മുഴുവൻ, എന്റെ ഭാര്യയും മകളും മകനും, അവരുടെ മകളുടെ ഭർത്താവും മകന്റെ ഭാര്യ എല്ലാം അമേരിക്കയിലാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു. എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് അവിടെ ഡാൻസ് നിർത്താൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിന് വഴങ്ങി. കലയെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ്. സാറിന്റെ കുടുംബം മുഴുവൻ US-ലായിട്ടും സാറ് തിരുവനന്തപുരത്തോടുള്ള സാറിന്റെ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഡാൻസിനോടുള്ള ഒരു ഇഷ്ടവും നമുക്ക്, അതായത് ഒരു ആയുസ് മുഴുവൻ ഡാൻസിനായിട്ട് ചെലവഴിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതായത് തിരുവനന്തപുരത്ത് തന്നെ ഇത്രയും കാലം സാർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് സാറ് തിരുവനന്തപുരം വിടുന്നതും അതുപോലെ ഇനി കേരളത്തിൽ നിന്ന് സാർ US-ലോട്ട് പോകാൻ പോകുന്നു. സാറിന് എല്ലാം നന്മകളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.